അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മൈ ഫേവററ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞണ്ട് മസാലക്കറിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിതിപ്പം ഈ ഒരു മസാല തയ്യാറാക്കാൻ 1/2 കിലോ ഞണ്ടെടുത്തിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ഞണ്ടിൻ്റെ കാലോട് കൂടിയിട്ടാണ് ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തതാണ് ഈ ഞണ്ട്. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ 2 പച്ചമുളകും അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പിന്നെ തക്കാളി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നമുക്കിതുപോലെ മിക്സിയിൽ ഇട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം പെരുംജീരകവും ഇട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതുപോലെ ചെറിയ പീസായി വേണം കട്ട് ചെയ്തെടുക്കാൻ, ഇങ്ങനെ പൊടിയായി വേണം അരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പം 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളിക്കൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണം. ഈ ഒരു കറി നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റിലുള്ള നല്ലൊരു ഞണ്ട് മസാലക്കറിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അല്പം കുറുകി വന്നിട്ടുണ്ട് ഈ ഗ്രേവി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പെരുംജീരകം പൊടിച്ചതും ഗരം മസാല പൊടിയും കൂടി ഈ സമയം ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പെരുംജീരകത്തിൻ്റെ പൊടി എന്തായാലും ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു മണമൊക്കെയാണ് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് ഈ ഒരു കറിക്ക്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെന്ത് വരുമ്പോൾ ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വരും. അപ്പോൾ ഇത് കറക്റ്റ് ഇതിന് ഉള്ള ഒരു ഗ്രേവി ആയി കിട്ടും. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടച്ചു വെച്ച് ഇതൊരു 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേ ഞണ്ടൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വരും. ഇപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും ഞണ്ടിൽ പിടിക്കുന്നത് വരെ ഞാൻ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞണ്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തിയും കൂടി പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ നാടൻ ഞണ്ട് കറിയിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു കറിയാണിത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു വെറൈറ്റി ഞണ്ട് കറിയൊക്കെ തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെയുള്ള കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല ഒരു കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഞണ്ട് മസാലക്കറിയാണ്. നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഈ കറി. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഞണ്ട് മസാലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം ലൂസായിട്ടായിരിക്കും ഈ ഒരു ഗ്രേവി കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി വരും, നല്ല തിക്ക് ഗ്രേവിയായി വരും. അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.